അങ്ങനെ ഒരു വിഷുവായി. അപ്പം ഒന്നും നോക്കിയില്ല, നേരെ ലുലു പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കൊന്നപ്പൂവും കണിയൊരുക്കാനുള്ള കണിവെള്ളരിയും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ വന്നു. രാത്രിയിൽ തന്നെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ ഒരുക്കി അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി നിന്നിട്ട് നമ്മൾ വിഷുക്കണിയൊക്കെ ഒരുക്കി. അങ്ങനെ രാവിലെ ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ വെളുപ്പിനെ എണ്ണീറ്റായിരുന്നു. 5 മണി 4:45 5 മണി സമയത്ത് എണ്ണീറ്റ് നേരെ വന്ന് വിളക്ക് കത്തിച്ചു. മനുവിനെയും കല്യാണിമോളെയൊക്കെ വിഷുക്കണി കാണിച്ചു. അങ്ങനെ ഇന്നൊരു നല്ല ദിവസമായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരുടെയും വിഷു എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റോഡ് പണിയായിരുന്നു എന്ന്. രാത്രിയിൽ ഒട്ടും ഉറങ്ങാനേ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് മാത്രമല്ല, തുമ്മലായിരുന്നു ഫുള്ള്. എനിക്ക് തോന്നുന്നു വിൻഡോയിൽ നിന്ന് പൊടി കയറുന്നുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് തുമ്മലായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണിയെ എണ്ണിപ്പിച്ച് വിഷുക്കണിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്തതാണ്. കണി കണ്ടിട്ട് കല്യാണി എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. നമ്മൾ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വന്ന് എപ്പോഴത്തേക്കും ഒരു 5 മണി 5:15 5:30 ടൈം ആയിട്ടുണ്ടാവും. മൂൺ കണ്ടോ? ഇപ്പോഴും നല്ല വട്ടത്തില് പൂർണ്ണചന്ദ്രൻ നിപ്പുണ്ട്. അപ്പോൾ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ കല്യാണി ഒന്ന് കിടത്തി ഉറക്കി. മനു ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പം മനുവിന് ഓഫീസിൽ പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്തു. രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമായിരുന്നു. അപ്പം ആദ്യം പോയിട്ട് പച്ചടി വെച്ച്, ബീട്രൂട്ട് പച്ചടി ആദ്യമേ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെജിറ്റബിൾസ് പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച്. അപ്പം ആദ്യം ഞാൻ കട്ട് ചെയ്ത് അവിയലിനും സാമ്പാറിനുള്ള കഷ്ണങ്ങളായിരുന്നു ആദ്യമേ കട്ട് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പോയി ഒന്ന് കിടന്നത്. കല്യാണിയെ ഉറക്കി, ഞാനും പോയി കിടന്നൊന്ന് ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇഞ്ചിക്കറി വെച്ചു. പിന്നെ പച്ചടി, വെള്ളരിക്ക പച്ചടിക്കുള്ളത്, അങ്ങനെ എല്ലാം റെഡിയാക്കി. ഒരു കൊച്ചു സദ്യ, ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു. പിന്നെ പായസം, സേമിയ പായസം, അങ്ങനെ. അപ്പോൾ പച്ചമോര്, ബീട്രൂട്ട് പച്ചടി, ഏത്തയ്ക്ക പച്ചടി, പിന്നെ മാമ്പഴ പുളിശ്ശേരി, പിന്നെ വെള്ളരിക്ക പച്ചടി, പിന്നെ ഇഞ്ചിക്കറി, അവിയല്, സാമ്പാർ, പരിപ്പ്, പപ്പടം, കൊണ്ടാട്ടം മുളക്, പിന്നെ നമ്മുടെ സദ്യയിലെ പഴവും ഉപ്പേരി, ശർക്കര വരട്ടി, ചോറ്, ക്യാബേജ് തോരൻ, ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കുഴപ്പമില്ലാത്തൊരു സദ്യ ഒക്കെ ഒരുക്കാൻ പറ്റി. നല്ലൊരു വിഷു ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് സദ്യയിൽ ഒരുക്കിയിരുന്നത്. അങ്ങനെ വലിയ സദ്യ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിധിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പരിപ്പാണിത്. എല്ലാം താളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ സേമിയ പായസത്തിന് അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കായിരുന്നു. വാഴയിലൊക്കെ നമ്മുടെ ലുലുവിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കുള്ള സദ്യ പരിപ്പും ചോറും അവിയലും പച്ചടി, തോരന്, മാമ്പഴ പുളിശ്ശേരി, പിന്നെ നാരങ്ങാച്ചാർ, മാങ്ങാച്ചാർ, ഇഞ്ചിക്കറി, ഉണ്ണിയപ്പം, പപ്പടം എല്ലാം വെച്ചിട്ട് നല്ലൊരു ഉഗ്ര സദ്യ കഴിക്കാൻ പറ്റി. പിന്നെ നേരെ നമ്മുടെ റോഡ് പണി, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ടായിരുന്നു എന്തായി എന്ന്. ഈ റോഡ് പണിയുടെ പൊടിയായിരുന്നു ഏറ്റവും ഭയങ്കര മോശമായിട്ട് തോന്നിയത്. ഭയങ്കര പൊടിയായിരുന്നു. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴായിരുന്നു എൻ്റെ തുമ്മൽ മാറിയത്. നല്ല തുമ്മലായിരുന്നു. അതുവരെ ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. രാത്രിയിൽ സൗണ്ടും എല്ലാം കൊണ്ടും ഉറങ്ങാനേ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിഷുവിശേഷങ്ങൾ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക്